ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശന്റെ അരികിലേക്കായിട്ട് വിക്രം വന്നിട്ട് പറയുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇപ്പോഴത്തെ MD കല്യാണിയാണെന്നും അതുപോലെ തന്നെ കാറ് തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രകാശം പറയാണ്, എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ എങ്ങാനും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രകാശൻ വിക്രത്തിനോട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മനോഹറിനെയും അതുപോലെ സരയുവിനെയാണ്. സരയു തന്റെ മനസ്സിലുള്ള ഒരു സംശയം മനോഹറിനോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മനോഹർ പറയാണ്, എന്തായാലും ഈ സംശയം തള്ളിക്കളയാൻ പറ്റില്ല മോളെ. കാരണം കിരണിന്റെ അച്ഛനൊക്കെ പറയുന്നത് മോളുടെ അച്ഛനും ആ താരയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെയാണ്. പിന്നെ താരയിൽ ഒരു കുഞ്ഞുണ്ടെന്നും അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സംശയം ഉള്ളത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ മനോഹറിനെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഷാരി രാഹുലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഒരു ഭ്രാന്തനാണ്, ആശുപത്രിയിലൊക്കെ കിടന്നിട്ടുള്ളതാണ്, ഇനിയിപ്പോൾ അവനെ കൊന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കേസൊന്നും എടുക്കില്ല, കാരണം നിങ്ങൾക്ക് ഭ്രാന്ത് കയറി കൊന്നതാണെന്നൊക്കെ നാട്ടുകാരും പോലീസുകാരൊക്കെ വിശ്വസിച്ചോളും, അതുകൊണ്ട് നിങ്ങൾക്ക് ജയിൽ ശിക്ഷ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ മനോഹറിനെ കൊല്ലാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ഷാരിയും രാഹുലും. അങ്ങനെ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.